നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ല, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു കേട്ടോ. കണ്ണൻകുട്ടിയുടെ സന്തോഷമായിട്ടിരിക്കല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ സന്തോഷത്തിലൊന്നുമില്ല, ഞങ്ങൾ ഉറക്കം വന്നിട്ടിരിക്കുക അല്ലേ കണ്ണൻ ഇന്ന് ഞാൻ എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച കാരണേ ഉറക്കം വരുന്നു. പക്ഷെ കല്യാണിക്കുട്ടി ഉണ്ടല്ലോ, അന്ന് സാറ്റർഡേ ആണല്ലോ, അപ്പോൾ കല്യാണിക്കുട്ടി ഉള്ളത് കാരണം ഉറങ്ങാനും പറ്റുന്നില്ല. കല്യാണിയുടെ കൂട്ടുകാരൊക്കെ കൂടെ അവിടെ ഭയങ്കര കളിയിൽ അങ്ങോട്ടേക്കാണ് കേട്ടോ നോക്കുന്നത് കണ്ണൻ അല്ലേ കണ്ണനിങ്ങനെ ഉഷാറായി ഇല്ലാണ്ടിരിക്കുന്നത് കാണുമ്പോൾ എനിക്കും അത് വീഡിയോ എടുക്കാനായിട്ട് ഇഷ്ടമല്ല കേട്ടോ. കണ്ണൻ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്താണ് എനിക്കും വീഡിയോ എടുക്കാനായിട്ട് ഇഷ്ടമുള്ളത്. ഇപ്പോൾ കണ്ണൻ ആക്റ്റീവായിട്ട് വരുന്നുണ്ടല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏത് തരം വീഡിയോസാണ് ഇഷ്ടം, എന്തെങ്കിലും കണ്ടന്റുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും കണ്ണനും കൂടെയുള്ള സംസാരമൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കണ്ണൻ സംസാരിക്കണ്ടേ? കണ്ണൻ ഇന്നലെയൊക്കെ എന്തോ വിളിച്ചു കേട്ടാ. എന്താ വിളിച്ചു കണ്ണ? അങ്കീന്നോ അമ്മീന്നോ എന്തോ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അമ്മീന്നും ഒരലൊന്നും നീ വിളിക്കണ്ട, അമ്മാന്ന് വിളിക്കാമെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അത് ആൾക്ക് ഓരോ മൂഡിലാണ് ആൾക്ക് ഓരോ സൗണ്ട്സുകൾ വരുന്നത്. എന്നാ അമ്മീന്ന് വിളിച്ചില്ലെന്നല്ലേ? എന്നാ അമ്മീന്ന് ഒരലൊന്നും ആട്ടുകല്ലൊന്നും വിളിക്കണ്ട, എൻ്റെ അമ്മാന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിച്ചാൽ മതി. പറ്റുമോ? പറ്റുമോ? അമ്മാന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല നോക്കട്ടെ. എന്നാ അമ്മാന്ന് വിളിക്കാൻ പറ്റുമോ? ഇപ്പം അറിയണം എനിക്കിപ്പോൾ ഇതിനൊരു തീരുമാനം അറിയണം. എന്നെ അമ്മാന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റുമോ? എന്നൊക്കെ പറയുന്നുണ്ട്. പറ്റുമെങ്കിൽ ആന്ന് പറയും. അവിടേക്ക് പഠിക്കുമെന്ന് നോക്കിയിട്ട് വിഷയം മാറ്റാൻ നോക്കണ്ട. പറ്റുമെങ്കിൽ ആന്ന് പറയും. ആര്? കറക്റ്റൻ്റെ അടുത്ത് വിളിക്കാനാ? കറക്റ്റെന്ന് തന്നെ വിളിക്കണ്ട, എൻ്റെ മോൻ വിളിച്ചാൽ മതി അമ്മാന്ന്. പറ്റുമോ? അമ്മാന്ന് വിളിക്കാൻ പറ്റുമോ? അവിടേക്ക് പഠിക്കുമെന്ന് നോക്കിയിട്ട് വിഷയം ഒന്നും മാറ്റാൻ നോക്കണ്ട. പറഞ്ഞിട്ട് പോയാൽ മതി ചേട്ടൻ. പറഞ്ഞിട്ട് പോയാൽ മതി. വിളിക്കോ? അമ്മാന്ന് വിളിക്കോ? പേടിപ്പിക്കണ? അയ്യോ എന്നെ പേടിപ്പിക്കുന്നേ. വിളിക്കാൻ പറ്റുമോ? അമ്മാന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റുമോ? കണ്ണനെ വിടണില്ല ഞാൻ. കണ്ണൻ പറയുന്നത് ഏത് നേരത്താണ് ആ ഒരു വീഡിയോ എടുക്കാൻ വന്നിരുന്നേന്ന്. പറ്റുമോ? അമ്മാന്ന് വിളിക്കാൻ പറ്റുമോ? നേരെ നോക്ക് ക്യാമറയിലേക്ക് നോക്ക്. അവരൊക്കെ കേൾക്കുന്നുണ്ട്. കണ്ണൻ അമ്മാന്ന് വിളിക്കാൻ പറ്റൂലെന്ന് എനിക്ക് ഇപ്പം അറിയണം. കണ്ണനൊന്നും മാനത്തേക്കൊക്കെ നോക്ക്. എന്താടാ അങ്ങനെ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അമ്മാന്ന് വിളിക്കാൻ പറ്റൂല്ലയോ? ഇന്നലേക്ക് എന്തൊക്കെയോ അങ്ങനെ അയാൾക്ക് ഓരോ മൂഡ് തോന്നുന്ന സമയത്ത് ഓരോന്നൊക്കെ. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് കണ്ണന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന്. നിങ്ങൾ തന്നെ പറയും കണ്ണന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ കണ്ണനോട് ചോദിക്കും കണ്ണന് എന്തെങ്കിലും വ്യത്യാസം അവന് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന്. ഞാനിപ്പോൾ എന്താ പറയുക, കണ്ണൻകുട്ടി നല്ല കുട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, കുഞ്ഞിക്കാലൊക്കെ അവിടെ വെച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഭക്ഷണം കഴിക്കാനൊക്കെ മടിയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് അല്ലേ? ഭക്ഷണം കഴിക്കാനൊക്കെ ഞങ്ങൾക്ക് മടിയൊക്കെ ഉണ്ട്. അവിടെ ആരാ? മോളിലേക്ക് പോവാൻ വീഡിയോ എടുക്കാനിരിക്കുകയാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാനിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ് മോളിലോട്ട് പോകാനായിട്ട്. അവിടെ ഭയങ്കര ചൂടാടാ കണ്ണാ, ഭയങ്കര ചൂടാ അവിടെ. അപ്പോൾ കുറേ പേര് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ പറശ്ശിനിക്കടവ് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഡേറ്റ് അറിയണം. ഡേറ്റ് കറക്റ്റ് സത്യം പറഞ്ഞാൽ ഞങ്ങളും കറക്റ്റായിട്ട് ഞങ്ങൾക്കും അറിയില്ല. ഞങ്ങൾ ഫിക്സ് ചെയ്തില്ല ഒരു ഡേറ്റ്, നമ്മൾ കൺഫേം ആക്കിയിട്ടില്ല. ഈ വരുന്ന സാറ്റർഡേ സൺഡേ ഒക്കെ ആവാനായിരിക്കും ചാൻസ്. കാരണം അപ്പോഴാണെങ്കിൽ കല്യാണിക്ക് ലീവ് ഒന്നും ആക്കണ്ടല്ലോ. ശനി ഞായറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി വരാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഒന്നുമില്ല. അപ്പം അങ്ങനെ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ തലേദിവസം ഇടുന്ന വീഡിയോയിൽ 2 ദിവസം മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഡേറ്റ് കൺഫേം ആക്കിയതിന് ശേഷം ഞാൻ ഡേറ്റ് പറയാട്ടോ. അപ്പം നമുക്ക് കണ്ണൂർ കോഴിക്കോട് ഒക്കെ ഉള്ളവരെ നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഏകദേശം 3 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ആകെ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. അത് ഏകദേശം 3 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ട് പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാനായിട്ട് പോയിട്ട്. അത് നമ്മളുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ട് നമ്മൾ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയം കേട്ടോ. അപ്പോൾ എന്നിട്ട് വരെ ഒരുപാട് പേരെ നമ്മൾ മീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. ഭയങ്കര സന്തോഷമുള്ളൊരു യാത്രയായിരുന്നു അത്. ഒരുപാട് ലോങ് ആണ്. അത് മാത്രമാണ് ഒരു എന്താ പറയുക ബുദ്ധിമുട്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ കണ്ണന് ഒരു വലിയ ടെഡി ബിയർ വന്നേക്കുന്ന കാര്യം. നമ്മൾ ട്രിവാൻഡ്രത്തുള്ളൊരു രാജലക്ഷ്മി ചേച്ചിയാണ് കേട്ടോ ഇത് അയച്ചേക്കുന്നത്. കണ്ണനേക്കാളും വലുതാണ്. കണ്ണൻ്റെ അടുത്ത് കിടത്തുമ്പോൾ കണ്ണനേക്കാളും വലുതാണ് കേട്ടോ ടെഡി ബിയർ.
അല്ലേ കണ്ണാ? കണ്ണനേക്കാളും വലുതാ. ആ, കണ്ണനെ കെട്ടിപ്പിടിച്ച് കിടക്കാം. കല്യാണി ഇടയ്ക്കൊക്കെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കാണാം കേട്ടോ. അപ്പം ഇതാണ് അമ്മ ചേച്ചീൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ണൻ്റെ കൂടെ ആ ടെഡി ബിയർ ഇരിക്കുന്നത് എനിക്കൊന്ന് കാണണം വീഡിയോയിലൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കണ്ണനും ടെഡി ബിയറും കൂടി ഇരിക്കുന്നത്. കണ്ണൻ മുകളിലേക്കാണ് നോക്കുന്നത്. കണ്ണന് മുകളിലേക്ക് പോകണം എന്നാണ് പറയണത്. ഇപ്പം നല്ല ചൂടാണ് ഇവിടെ. ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ നല്ല മഴയാണെന്നൊക്കെ പറയണ്ടേ. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ പറയണേ ട്രിവാൻഡ്രത്തൊക്കെ നല്ല മഴയാണ്. നമുക്കിവിടെ അങ്ങനെ വലിയ മഴയൊന്നും ഇല്ല കേട്ടോ. തുലാവർഷമൊന്നും ശരിക്കും പറഞ്ഞാൽ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എനിക്ക് ചെറിയൊരു സമയം അങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുത്തിടാന്ന് കരുതി. നമ്മൾ വീഡിയോ ഇല്ലാതിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിട്ട് വീഡിയോ എടുത്തിടുന്നത്. അപ്പം എല്ലാവർക്കും കണ്ണനെ കണ്ടാൽ മതി. കണ്ണനാണെങ്കിൽ കണ്ണടച്ച് പിടിച്ചിരിക്കുകയും ചെയ്യുന്നു അല്ലേ? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടോ? തല്ലാൻ പോണുണ്ടോ? അതെന്താ എന്നോട് ദേഷ്യം കാണിക്കുന്നതാ? അമ്മനോട് കുറേ നേരമായില്ലേ ഞാൻ പറയണ മോളിൽ കൊണ്ടുപോയി. എടാ അമ്മ എന്താ കൊണ്ടുപോകാത്തേന്ന് എന്നോട് ദേഷ്യം കാണിക്കുന്നതാ. കണ്ണന് ടെഡി ബിയറിന് ഇഷ്ടമാണെങ്കിൽ ടെഡി ബിയറിലേക്ക് നോക്കും. എവിടെയാ ടെഡി ബിയർ? എവിടെയാ 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 ടെഡി ബിയർ എവിടെയാ എവിടെയാ എവിടെയാ? ആ ഇതാണോ? ഇതെൻ്റെ ഉണ്ണിയാണ്. അച്ചോ, ഞാൻ മടിയിൽ വെച്ചിരുത്തട്ടെ അവനെ. ഞാൻ മടിയിൽ. കണ്ണൻ അതുപോലും ചിലപ്പോൾ കുശുമ്പാവും കേട്ടോ. ഞാൻ കല്യാണിനെയൊക്കെ ചില സമയത്ത് ഭയങ്കരമായിട്ട് കൊഞ്ചിക്കുന്നതൊന്നും കണ്ണന് ഇഷ്ടമല്ല. കണ്ണ ഞാൻ മതി ഉണ്ണീനെ വാവേനത് മടിയിൽ കയറ്റിയിരുത്തി നോക്കിയേ. കണ്ണനെ അല്ല അമ്മയ്ക്ക് ഇഷ്ടം. എന്താ ടെഡി ബിയറിനെയാണ് അമ്മയ്ക്ക് ഇഷ്ടം. കണ്ണാ അമ്മയ്ക്ക് ആരും ഇഷ്ടം നോക്കിയേ. എന്താ അത്ര അധികം അങ്ങോട്ട് നോക്കാൻ? എന്തിട്ടാ എന്തിട്ടാ എന്തിട്ടാ? അപ്പം കുറേ പേർക്ക് അറിയണം കണ്ണൻ ഇപ്പം എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്, ഇപ്പം എന്തൊക്കെയാണ് കണ്ണൻ്റെ വ്യത്യാസങ്ങൾ. സത്യം പറഞ്ഞാൽ എനിക്കതൊന്നും എന്താ പറയണ്ടേന്ന് അറിയില്ല. തെറാപ്പികൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വേറെ ട്രീറ്റ്മെൻറ്റുകളും പോകുന്നുണ്ട്. വ്യത്യാസങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു വ്യത്യാസം വരാനായിട്ടുള്ള ഒരു അസുഖമൊന്നും അല്ലല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളത്. ഇതൊരവസ്ഥയാണ്. എല്ലാവർക്കും അറിയാം. ഞാൻ പല പ്രാവശ്യം പല വീഡിയോസിലൂടെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതൊരവസ്ഥയാണ്. ഒരവസ്ഥയിൽ നിന്ന് ചേഞ്ചസ് എന്ന് പറയുന്നത് അത് കുറച്ച് സമയമെടുത്ത് ആവുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കിട്ടുന്നൊന്നും പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ നമ്മളുടെ ഒരു സമയം ഒരു ഭാഗ്യം ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് വേഗം ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണു, ആഗ്രഹിക്കണു, പ്രാർത്ഥിക്കണു, പിന്നെ ഈശ്വരൻ്റെ കയ്യിൽ. അതുകൊണ്ടാണ് ഞാൻ അത്തരം കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ വീഡിയോസിൽ പറയാതിരിക്കുന്നത്. അല്ലേ കണ്ണ? ഇനി എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ കണ്ണൻ തന്നെ നിങ്ങളുടെ അടുത്ത് പറയൂട്ടോ. ഞാൻ നല്ല കുട്ടിയായി, ഞാൻ മിടുക്കൻ കുട്ടൻ. അല്ലെങ്കിലും കണ്ണൻ നല്ല കുട്ടിയാണ്. കണ്ണൻ മിടുക്കൻ കുട്ടനൊക്കെയാണ്. കണ്ണൻ നല്ല കുട്ടിയാണ്. കണ്ണന് കളറുകൾ അറിയാലോ. ഞാൻ നമ്മുടെ വീഡിയോസിൽ തന്നെ ഞാൻ അവനെ പഠിപ്പിക്കാനൊക്കെ ഇരിക്കാറുണ്ടല്ലോ. കണ്ണന് റെഡ് അറിയാം, കണ്ണന് ഗ്രീൻ അറിയാം അല്ലേ കണ്ണമാവേ? റെഡ് അറിയാം, ഗ്രീൻ അറിയാം, ബ്ലൂ അറിയോ കണ്ണന്? ബ്ലൂ അറിയോ? ഒന്നുമില്ല മോളിൽ ഒന്നുമില്ല കണ്ണാപ്പിയെ. ഒന്നുമില്ല മോളിൽ. എന്തിട്ടാ? വീഡിയോ എടുക്കുന്ന സമയം നിങ്ങളും കൂടെ അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. മിക്ക വീഡിയോസ് എടുക്കുമ്പോഴും ഞാൻ അവിടെ സ്റ്റെയർ കേസിൻ്റെ അവിടെയൊക്കെ പോയിരുന്നിട്ട് വീഡിയോസ് എടുക്കുമ്പോഴും അവൻ മുകളിലേക്ക് നോക്കില്ലേ. പിന്നെ ഇപ്പം കമൻസ് അറിയും, കണ്ണനെ മുകളിലേക്ക് കൊണ്ടുപോയി സ്വാതി കണ്ണനൊന്നും മുകളിലേക്ക്, അതെല്ലാം അവൻ അങ്ങനെ നോക്കുന്നേന്നൊക്കെ പറയും. മുകളിലെ റൂമിൽ ഫാനില്ല, ഫാൻ കംപ്ലൈൻ്റ് ആയിട്ടേ. അപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സമയത്ത് അതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ചൂടെടുത്തിട്ട് പണ്ടായില്ല. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നേരം വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ഫാൻ ഓഫ് ആക്കിയിട്ട് എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയും അധികം ചൂട് തോന്നുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ ചൂടൊട്ടും പറ്റില്ല. തണുപ്പ് അത്ര എന്തോരായാലും അവന് പ്രശ്നമില്ല. പക്ഷെ ചൂടൊട്ടും പറ്റില്ലാത്ത ആളാണ് ഈ പറയുന്നത് ഇപ്പം മുകളിലേക്ക് നട്ടുച്ചയ്ക്ക് പോകണം എന്നൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നതിന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ലൈക്ക് ഷെയറും കമൻറ്റ് ഒന്നും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ലൈവിൽ വരാൻ പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ലൈവിൽ കയറാം, നേരം പോലെ കയറാം. ഒക്കെ ഒന്ന് ഒതുങ്ങി വരുന്നേ ഉള്ളൂ, ഒക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് മൊത്തത്തിൽ. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായി ഓക്കെ ആയി വരുമ്പോൾ നമ്മൾ ലൈവിൽ ഇടയ്ക്കൊക്കെ ഞാൻ വന്ന് കയറാം കേട്ടോ. ലൈവിൽ കയറുമ്പോൾ വ്യൂസ് ഒരുപാട് കയറുന്നുണ്ട്, ഒരുപാട് പേര് ലൈവിൽ വരുന്നുണ്ട്. അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. നേരം പോലെ ഞാൻ കയറാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.